നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ചൈന വലിയൊരു സൈനിക താവളം അഥവാ മിലിറ്ററി ബേസ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അമേരിക്കൻ പെന്റഗൺ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെ നാലുപാട് നിന്നും വളയുക എന്ന ചൈനയുടെ തന്ത്രം ഇതോടെ കൂടുതൽ ശക്തമാവുകയാണ്. എന്താണ് അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തിയത്? പാകിസ്ഥാനെ മുൻനിർത്തി ചൈന നടത്തുന്ന ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കൻ കോൺഗ്രസിന് സമർപ്പിച്ച പെന്റഗൺ റിപ്പോർട്ട് പ്രകാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പാകിസ്ഥാനിൽ മാത്രമല്ല ലോകമെമ്പാടുമായി ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ശ്രീലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ്, UAE തുടങ്ങി ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. എന്തിനാണ് ചൈനയ്ക്ക് ഇത്രയധികം സൈനിക താവളങ്ങൾ? ചൈനയുടെ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് സമുദ്രപാതയിലൂടെയാണ്. നിലവിൽ മലാക്ക കടലെടുക്കു വഴിയുള്ള യാത്ര യുദ്ധസമയത്ത് അപകടകരമായേക്കാം എന്ന് ചൈന ഭയക്കുന്നു. അതുകൊണ്ട് ഹോർമുസ് കടലെടുക്കു വഴിയും ആഫ്രിക്കൻ രാജ്യങ്ങൾ വഴിയും പുതിയൊരു പാത തുറക്കാനും അവിടെയെല്ലാം തങ്ങളുടെ സൈനിക സാന്നിധ്യം ഉറപ്പിക്കാനുമാണ് ഡ്രാഗൺ ശ്രമിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ നാവികസേനയെയും വ്യോമസേനയെയും വിന്യസിക്കാൻ ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് സോഴ്സ് ടെക്സ്റ്റിലെ സമയക്രമപ്രകാരം നടന്ന ചില സൈനിക നീക്കങ്ങളിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. തകർന്നുപോയ പാക് വ്യോമസേനയെ കരകയറ്റാൻ ചൈന അത്യാധുനികമായ J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതും പകുതി വിലയ്ക്ക്. റഡാറുകൾക്ക് പിടികൊടുക്കാത്ത അമേരിക്കയുടെ F-35 വിമാനങ്ങളോട് കിടപിടിക്കുന്ന ഈ വിമാനങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലെത്തുന്നത് ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ നീക്കം അമേരിക്കയെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരു കാലത്ത് പാകിസ്ഥാനെ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായി കണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ അവിടെ ചൈന പിടിമുറുക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല എന്ന ഭയവും വാഷിംഗ്ടണിനുണ്ട്. എന്നാൽ പതിവ് പോലെ ചൈന ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ളത് സാധാരണ സൈനിക സഹകരണം മാത്രമാണെന്നും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ അമേരിക്ക കെട്ടിച്ചമിച്ച കഥയാണിതെന്നുമാണ് ചൈനയുടെ വാദം. സത്യം എന്തുതന്നെയായാലും പാകിസ്ഥാന്റെ മണ്ണിൽ ചൈന നടത്തുന്ന ഈ പടയൊരുക്കം ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്.